പിന്നെ ഞാനൊന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങളിലൊന്ന് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട എന്ന് അവര് പറയുമെങ്കിലും മുഖ്യമന്ത്രിയുടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരാളെ MDMA കേസുമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തതും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് പ്രതിപക്ഷത്തിന്റെ മെയിൻ ആയുധം. പ്രതിപക്ഷത്തിലെ ഓരോ തലമുതിർന്ന നേതാക്കളും രാവിലെ തന്നെ മൈക്കുമായി ചാനലിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുകയും പിന്നീട് മുഖ്യമന്ത്രി പേടിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി ധൈര്യത്തോടുകൂടി പറയണമെന്നും ഒക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്നലെ വ്യാഴാഴ്ച മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് എത്തിയത് തന്നെ. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ചാനലായ കൈരളിയും ദേശാഭിമാനിയും പിന്നെ മെയിൻലി റിപ്പോർട്ടർ ചാനലും കൂടി ചേർന്നാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത്. അവര് പ്രതീക്ഷിച്ചിരുന്നത് മുഖ്യമന്ത്രി അതിനെ എതിർക്കുമെന്നാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പറയുന്ന ഈ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കൂ. മുഖ്യമന്ത്രി ആദ്യമേ തന്നെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ തനിക്ക് അറിയാമെന്നും അവരെ താൻ കണ്ടിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞതോടുകൂടി ഈ കത്തിച്ചുകിട്ട വാണം മേളിൽ പോയിട്ട് ചീറ്റിപ്പോയാൽ എങ്ങനെയിരിക്കും അതേ കണ്ടീഷനിൽ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ഇവർക്കൊക്കെ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഇവർക്ക് ഏറ്റവും വലിയൊരു ആയുധമായിട്ട് ഈ കൊണ്ടു നടന്ന ഈ MDMA കേസ് ശരിക്കും മുഖ്യമന്ത്രി MDMA കച്ചവടക്കാരനായി എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്ന സമയത്ത് DYFയുടെ പ്രക്ഷോഭം വരെ നടക്കുന്ന വാർത്തകൾ ചാനലുകളിൽ കണ്ടു തുടങ്ങി. എന്താണ് കഥ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇവർക്കൊക്കെ ഒരു ലേശ ഉടുപ്പ് പോലും ഇല്ലേ? ഒരു കാര്യവും ഇല്ലാതെ ചുമ്മാതെ സമരം നടത്തുക, ജനങ്ങൾക്ക് മുമ്പിൽ വെറും പരിഹാസ കഥാപാത്രങ്ങളായിട്ട് മാറുക. എന്തൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചു കൂട്ടുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇവർക്ക് എന്താ ചെയ്യണമെന്നറിയാത്തതാണോ ഇതൊക്കെ കാണിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കോഴിക്കോട്ട് 3 ടീച്ചർമാരെ MDMA കേസിൽ അകത്താക്കി. അതിൽ 3 പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നുവെന്നും അതിൽ പിണറായിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ സഹിതം അന്നും വന്നിട്ട് ഒരാൾ പോലും ഇത് പ്രതിപക്ഷത്തിന്റെ ആൾക്കാരാണെന്നോ ഇതിന് പിണറായി വിജയനുമായിട്ട് ബന്ധമുണ്ടെന്നോ ഒന്നും ആരും പറഞ്ഞിരുന്നില്ല. ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ 1-2 പോസ്റ്റ് വന്നതൊഴി വേറെ ഒരു കോൺഗ്രസ് നേതാക്കളോ മുഖ്യമന്ത്രിയോ ഒന്നും പറയുന്നത് പോലും കേട്ടിട്ടില്ല. പക്ഷെ അതേ ലെവലിലുള്ള പ്രതിപക്ഷമാണ് ഇന്ന് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് സമരം നടത്താൻ പോയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഇവരെക്കുറിച്ച് ധരിക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ മുഖ്യമന്ത്രി ഇതിന്റെ വിശദ വിവരം പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടമാണെന്ന്. പിന്നെ ഞാനൊന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഹമ്മദ് ഹുസൈനെ അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. ഞാൻ ഇദ്ദേഹമുള്ള ആ വങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും. തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. ഈ ആളെ തൂഫാൻ പദ്ധതി പ്രകാരം അറസ്റ്റ് ചെയ്തു. അയാൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ആക്ഷേപമുണ്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്, റിമാൻഡ് ചെയ്തു. പ്രൊട്ടക്റ്റ് ചെയ്തില്ല, ആരെയും ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടമാണെന്ന്. പിന്നെ ഞാനൊന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണമുണ്ട്. അല്ലല്ല നിക്കി എന്ന് പറഞ്ഞു തീർക്കട്ടെ. ഐശ്വര്യൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വന്ന് പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടം ഒന്ന് പാർട്ടി സെക്രട്ടറി പറയാം. എൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. എന്താണത്? മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഈ സെക്രട്ടറി എവിടെയായിരുന്നു? ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞോട്ടെ. അത് പുള്ളി ഞാനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഇത് വന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഐശ്വര്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്ര ക്ലിയർ ആയിട്ട് മുഖ്യമന്ത്രി ഇത് പറഞ്ഞതിന് മുമ്പാണ്
നമ്മളുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷിന്റെ ഈ ഡയലോഗ്, അതിനുള്ള മറുപടിയും മുഖ്യമന്ത്രി ഇപ്പം കൊടുക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റും ഒക്കെ ഇട്ട് പുള്ളി കത്തിക്കയറിയായിരുന്നു. അപ്പം അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പണ്ട് ക്രിസ്ത്യൻ ഭവനങ്ങളിലൊക്കെ, അതും പഴയ വീടുകളിലൊക്കെ, തറവാടുകളിലൊക്കെ ഈ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്റ്റിക്കറുണ്ട്, യഹോവ ഈ വീടിന്റെ ഐശ്വര്യം, അല്ലെ കർത്താവ് ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ. അതേമാതിരി ലെവലിലാക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നമ്മളുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കണ്ടു. ആരെയും ഒരാളെ പ്രൊട്ടക്ട് ചെയ്തില്ല. പിന്നെ പലരും വന്നിട്ട് ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്താണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടമാണെന്ന്. പിന്നെ ഞാൻ ഒന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണമുണ്ട്. അല്ലല്ല നിക്കി എന്ന് പറഞ്ഞു നിർക്കട്ടെ. ഈ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിക്കുക എന്ന് കേട്ട് പുള്ളി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ളവരും ഒക്കെ മയക്കുമരുന്ന് മാഫിയയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ശരിക്കുള്ള പ്രതിപക്ഷ നേതാവെന്ന ആ പവർ കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോഴുള്ള അതേ ശൗര്യത്തോടു കൂടി ഈ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്ന പരിപാടി ഗോവിന്ദമാഷിന് കൊടുക്കുന്നതാണ് ഇനി കാണുന്നത്. ഐശ്വര്യൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വന്ന് പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടം ഒന്ന് പാർട്ടി സെക്രട്ടറി പറയാ. എന്റെ പേഴ്സണൽ സ്റ്റാഫാണ്. എന്താണത്? നിങ്ങൾക്കറിയാലേ, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോ ഈ സെക്രട്ടറി എവിടെയായിരുന്നു? ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞോട്ടെ. അത് പുള്ളി ഞാൻ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഇത് വന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഐശ്വര്യമാണെന്ന് പറഞ്ഞത്. അപ്പം സമാധാനമായി എന്ന് നമുക്ക് കരുതാം. ഇന്നത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വയറ് നിറച്ച് കിട്ടി, ഗോവിന്ദ മാഷിനും വയറ് നിറച്ച് കിട്ടി. ഈ ആഴ്ചത്തേക്കുള്ള കോട്ട കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കോട്ട അടുത്ത ആഴ്ചത്തേക്കാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്യുമ്പോഴും ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റ്, ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ മുഖ്യമന്ത്രിക്ക് ഈ മയക്കുമരുന്ന് മാഫിയയുമായിട്ടുള്ള പങ്ക് എന്ത് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐയുടെ സമരം നടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരു ലേശ ഉളുപ്പില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തന്നെയുമല്ല, രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി പേടിച്ചിട്ട് മുഖ്യമന്ത്രി ഈ മയക്കുമരുന്ന് മാഫിയയുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള പോസ്റ്റുകളൊക്കെ മെറ്റായിൽ നിന്ന് നീക്കം ചെയ്യുന്നു, മുഖ്യമന്ത്രി ഭീരുവാണ് എന്നൊക്കെ പറഞ്ഞ് രാജു പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളൊന്ന് കേൾക്കുക. മുഖ്യമന്ത്രി ഒരു ഭീരുവാണ്. വിമർശനങ്ങളെ ഭയപ്പെടുന്ന നമ്മുടെ കേരളം കണ്ട ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അതിനപ്പുറത്തേക്കൊന്നും പറയേണ്ടതില്ല. കാരണം ഒരു സോഷ്യൽ മീഡിയ, ഇപ്പൊ ഞങ്ങളൊക്കെ വളരെ താണ പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾക്കൊക്കെ ഒരു ദിവസവും 100, 200, 300 സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറി കേൾക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊന്നും ഇതിനെ കൂസാറയില്ല. കാരണം ഇതെല്ലാം ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്. മുഖ്യമന്ത്രി ഒരു ഭീരുവാണ്. വിമർശനങ്ങളെ ഭയപ്പെടുന്ന, ഉളുപ്പില്ലാതെ ഈ പറയുന്നതൊക്കെ എന്ത് കാര്യത്തിനാണെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മയക്കുമരുന്ന് വരിക്കാരനാണ്. അടുത്തത് നമ്മളുടെ ഡബിൾ എ റഹീമാണ്. പുള്ളി പിന്നെ പറയാൻ വരുമ്പോൾ തന്നെ ജനങ്ങൾ ചിരിക്കുമെന്നുള്ളത് വേറൊരു കാര്യം. പുള്ളി ഒരു പോസ്റ്റ് ഇട്ട് തീർത്തിരിക്കുകയാണ്, അടിയന്തരാവസ്ഥയ്ക്ക് സമാന സാഹചര്യം, മുഖ്യമന്ത്രി ജനാധിപത്യത്തിന് പുല്ലുവില നൽകുന്നു. അപ്പോൾ എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഭരണം മികച്ചതാകുമ്പോൾ പ്രതിപക്ഷത്ത് കരച്ചിലും ചൊറിച്ചിലും മോങ്ങലും സ്വാഭാവികം. അത് കണ്ട് ഭയപ്പെടേണ്ട എന്ന് മാത്രമേ എനിക്ക് ഇതിന് അടിവരയിട്ട് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. വീണ്ടും ഇങ്ങനെയുള്ള തമാശകളുമായി വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.